First. ഇന്ന് സാറ്റർഡേ ആണ്, വീക്കെൻഡ് ആണ്, വർക്കിംഗ് ഡേ ആണ്. എനിക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ അമ്മേൻ്റെ അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് തിങ്കളാഴ്ച. 35ാമത്തെയാണ്. വലിയ സെലിബ്രേഷൻസ് ഒന്നും പൊതുവെ ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫോട്ടോ എടുത്തിട്ട് അത് ഫ്രെയിം ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പം അത് കൊടുക്കാം, അത് വാങ്ങാൻ വേണ്ടി പോവാം. കുറച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി ഉണ്ട്. അപ്പം ഒരു ഉച്ചയ്ക്ക് നല്ല വെയിലാണ്, 2-2:30 മണിയാണ് സമയം. അപ്പം നമ്മൾ പോയിട്ട് അത് കളക്ട് ചെയ്തിട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താ ഗിഫ്റ്റ്. അല്ലെങ്കിൽ ബില്ല് കാണിച്ചു എന്നോട് ഫോൺ നമ്പർ പറഞ്ഞാൽ മതി. നമുക്ക് ആളെ കണ്ടാൽ നമുക്ക് ഇന്നത്തെ സാധനം അറിയില്ല. ഞാൻ ബാലൻസ് ക്യാഷ് തരാനുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു ഫിലിം കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും വീട്ടിലോട്ട് വരുന്നുണ്ട്. എമ്പുരാൻ റിലീസായിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പം നമ്മളിത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വാങ്ങിയിട്ട് കാറിൽ വെച്ചിട്ട് നാളെ വീട്ടിൽ പോയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത്യാവശ്യം വലിയ ക്രാഫ്റ്റ് സ്റ്റുഡിയോ ഒക്കെയാണ്. അവിടെ ഫ്രെയിം ചെയ്യാം, ക്രാഫ്റ്റ് വർക്ക്സിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ പതുക്കെ ഇത് ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് വാങ്ങിയിട്ട് ഞാനും ഏട്ടനും കൂടി ഇപ്പം താഴത്തേക്ക് പോകുന്നു. എങ്ങനെയുണ്ട് വെപ്പു പാലക്കാട് ചൂട്? നല്ല ചൂടാണ്. ഫോട്ടോ ഒക്കെ വാങ്ങി വന്നിട്ട് അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏട്ടൻ വീട്ടിലോട്ട് പോവാണ്. വൈകുന്നേരം 6 മണിക്കാണ് ഷോ ഉള്ളത്. Maya. അച്ഛനും അമ്മേനെയും കൊണ്ടുവരുന്ന സമയമാകുമ്പോഴത്തേക്കും 5:30 ആയി. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ ഞാൻ സ്റ്റോപ്പിൽ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛനും അമ്മയും വന്നു, എന്നെയും പിക്ക് ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ ഫിലിം കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ കസിൻ വിബേട്ടൻ അവിടെ തിയേറ്ററിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഏട്ടൻ എത്തിയിട്ട് 10 മിനിറ്റൊക്കെ ആയി. ഞങ്ങൾ പതുക്കെ വന്നപ്പോഴത്തേക്കും ഫിലിം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ എക്സാക്ട്ലി 6 മണിക്കാണ് ഞങ്ങൾ എത്തിയത്. അങ്ങനെ പതുക്കെ സീറ്റൊക്കെ കണ്ടുപിടിച്ച് പോയിരുന്നു. ഏത് സീറ്റ് ഏതാ? നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഞാൻ ഉപയോഗിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നല്ല ട്രാഫിക്കായിരുന്നു. പോകുമ്പോഴും അതേ ട്രാഫിക് ഉള്ളതുകൊണ്ട് ഏട്ടൻ നേരെ വീട്ടിലോട്ട് പോവാണ്. അച്ഛനമ്മയും ഞങ്ങളുടെ കൂടെ ഇവിടെ നിന്ന് താമസിക്കുകയാണ്. എന്നിട്ട് രാവിലെ നേരത്തെ എണീറ്റ് വീട്ടിലോട്ട് പോകാമെന്നായിരുന്നു പ്ലാൻ. കാല് എനിക്ക് കാല് പിടിച്ച് AC ഭയങ്കര തണുപ്പ്. അങ്ങനെ കുറച്ച് കാലത്തെ ഗ്യാപ്പിനൊക്കെ ശേഷം സാറ്റർഡേ ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു മൂവി വീക്കെൻഡ് ആയിട്ട് അങ്ങ് തീർത്തു. തിരിച്ചു വരുമ്പോൾ നല്ല ട്രാഫിക്കുമായിരുന്നു. കാലത്ത് നേരത്തെ എണീറ്റ് ഒരു ഏകദേശം 7 മണി ആയിട്ടുണ്ടാവും. ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് അച്ഛൻ്റെ അമ്മേൻ്റെ കൂടെ. അപ്പം ഇനി സൺഡേ ഇന്ന് വീട്ടിലായിരിക്കും. അവിടെ ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഏതാണ്? അതിലിനി ചെടി വളർത്തണം. അമ്മയുടെ ചെറിയ പൂന്തോട്ടമാണിത്. ഇവിടെയൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് ശരിയാക്കാനൊക്കെ ഉണ്ട്.
അമ്മ ചെടികൾ വാങ്ങിയിട്ട് കുറേ നട്ടു വയ്ക്കും. ഇത് മെലസ്റ്റോമയാണ്, വയലറ്റ് കളറിൽ നല്ല ഭംഗിയായിരിക്കും പൂവുണ്ടായി കഴിഞ്ഞാൽ. വെയിൽ നല്ലോണം വന്നു തുടങ്ങി. ഏകദേശം ഒരു 8-8:30 സമയം. എന്താ ചെയ്യണ മുത്ത്? കവർ തരിക മാങ്ങ വറുക്കാൻ. എവിടെയാ മുത്ത് തരാൻ പോണ്? പാടത്ത്. ഇത് കേടാണ്. ചലോ. താഴെ പാടത്തമാവിൽ നിറയെ മാങ്ങയാണ്. അച്ഛൻ എന്നും രാവിലെ പോയി പൊട്ടിച്ചുകൊണ്ടിരും. ഇന്ന് അച്ഛൻ്റെ കൂടെ ഞങ്ങളും കൂടെ കൂടി മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി പോവാൻ. പൊട്ടിക്കില്ല, പെറുക്കി കൊണ്ടുവരും. പപ്പു ബേസിക്കലി കോയമ്പത്തൂരിൽ നിന്നുള്ള ആളാണ്. അപ്പം ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളീനെ ഇതൊക്കെ കാണാനും ഇതിൻ്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാനും മാക്സിമം ശ്രമിക്കാറുണ്ട്. മാങ്ങ പെറുക്കാൻ. ഇതാ മാങ്ങ മരം. പണ്ടൊക്കെ ഞങ്ങൾ ഒരുപാട് മാങ്ങകൾ പെറുക്കുമായിരുന്നു. കവറായിട്ട് പെറുക്കി കൂട്ടും. പക്ഷെ പകുതിയും തിന്ന് തീരെ പോലും ഇല്ല. എന്നിട്ട് പകുതി എടുത്ത് കറി വയ്ക്കും, പകുതി എടുത്തിട്ട് കുറേ കഴിക്കും, അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. ഈ പാടത്തെ മൂച്ചി ഒരുപാട് വർഷമായിട്ട് ഇങ്ങനെ മാങ്ങ തന്നുകൊണ്ടിരിക്കുക. നല്ല മണമാണ് അതിൻ്റെ മാങ്ങയ്ക്കൊക്കെ. ഞാനിങ്ങനെ പെറുക്കുമ്പോൾ ഇങ്ങനെ മണത്ത് അതാണ് പെറുക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കേടുള്ളതും കൊത്തിയതൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവും. അച്ഛനിതൊരു എക്സസൈസ് പോലെയാണ്. അച്ഛൻ രാവിലെ വന്നിട്ട് മാങ്ങയൊക്കെ പെറുക്കും. എന്നിട്ട് ചിലപ്പോൾ മാങ്ങ കുറേ കിട്ടിയാൽ എന്നെ വിളിച്ചൊക്കെ പറയും. എന്നിട്ട് ഞാൻ വന്ന് കുറച്ച് കൊണ്ടുപോവുകയും ചെയ്യും. മാമ്പഴപ്പുളിശ്ശേരി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കൊത്തിയ മാങ്ങ നമ്മൾ എടുക്കരുത്, നിപ്പ വരും. നിപ്പ ഓക്കെ. പക്ഷെ എത്ര കിട്ടി? ഇനി അത് അച്ഛൻ തരുന്നത്. വീഴല മുത്ത്. നല്ല കണ്ണ് വേണം, കണ്ണ്. നല്ല മണമാണോ? കവർ തികയാണ്ട വരുമോ? നോക്കി ഇത് നമ്മുടെ പറമ്പാണ് മുത്ത്. വേനൽക്കാലാവധിയാവുമ്പം ഫുള്ള് മാവിൻ്റെ ചുവട്ടിലാവും എല്ലാവരും. കളിക്കലും വീടുണ്ടാക്കലും എല്ലാം കൂടെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള മാമ്പഴങ്ങളാണ് ഈ പാടത്തമൂച്ചിയിൽ. പ്രത്യേകിച്ച് നല്ല മധുരമാണ്. ഇതൊക്കെ ഈമ്പി തിന്നിട്ടായിരിക്കും ഞങ്ങളുടെ കളി. ഭക്ഷണമൊന്നും കറക്റ്റ് ടൈമിൽ വേണമെന്നൊന്നുമില്ല. മാങ്ങയാണ് ഇടയ്ക്കിടയ്ക്കുള്ള ഭക്ഷണം. ഞങ്ങളൊക്കെ ഒരുപാട് തീറ്റിച്ചിട്ടുണ്ട് ഈ പാടത്തും വക്കിൽ നിൽക്കുന്ന ഈ മാങ്ങ മരം.
മാങ്ങമരം എന്നാണ് പറയണത്. അപ്പോൾ ഏട്ടൻ പറയണ കേട്ടിട്ട് അത് മാവ് പുള്ളി മാങ്ങമരം എന്നാണ് ഇതിനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ മാങ്ങയൊക്കെ പെറുക്കി പതുക്കെ ഇനി വീട്ടിലോട്ട് പോകാം. നമ്മളൊക്കെ ഒരുപാട് വളർന്നു പോയെന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഈ പാടത്തു കൂടെയൊക്കെ കളിച്ച കാലം ഇനിയും മറന്നിട്ടില്ല. കൂട്ടുകാരൊക്കെ വലുതായി, എല്ലാവരും പല പല സ്ഥലത്തായി. ഇപ്പോൾ ഇതുപോലെ മധ്യവേനൽ അവധിക്കൊക്കെ നമ്മൾ വരുമ്പോൾ പെറുക്കുന്ന മാങ്ങകളും ഒക്കെ തന്നെയുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് വിഷുവിന് കാണാം എല്ലാവരും കൂടെ. പണ്ടത്തെ കൂട്ടുകാരെയൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ്. How was the manga hunting experience? ഫസ്റ്റ് ടൈമാണ് ഗൈസ് എൻ്റെ ജീവിതത്തിൽ മാങ്ങ പെറുക്കാൻ പോയത്. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോയതാണ്. കിട്ടിയെന്നുണ്ട് മാങ്ങ. മാങ്ങ പെറുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഇപ്പോൾ 8:30 ആയിട്ടുണ്ട് ഏകദേശം ടൈം. ഇനി പതുക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ടെമ്പിളിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത്. അമ്പലത്തിൽ പൂരം മുളയിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ തട്ടകത്തിലെ ദേവിയാണ്, ഉത്രത്തിൽക്കാവ് എന്നാണ് ഭഗവതിയുടെ പേര്. അപ്പോൾ ഇനി പോയി കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പതുക്കെ ഒന്ന് ക്യുക്കായിട്ട് റെഡി ആയിട്ട് ടെമ്പിളിൽ പോകണം. അമ്മ അവിടെ നിന്ന് വിളി തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗം പോണ വഴിയൊക്കെ പണ്ടൊരു ഇട്ടിൽ പോലെയായിരുന്നു. ഇപ്പോഴാണ് റോഡ് സൗകര്യം വേണം എന്നൊക്കെ പറഞ്ഞ് അപ്പുറത്ത് കൂടെ വഴിയൊക്കെ വെട്ടിയത്. നല്ല സോഫ്റ്റ് അല്ല മോള്? ഇതിൽ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതാണ് ജോസ്ക്ക്. ഇവരിപ്പോൾ എവിടെ നിന്നപ്പോൾ ചേട്ടനാണ്ടപ്പോൾ പെട്ടെന്ന് വന്നതാ തോന്നി. പൈസ കൊടുക്കുന്നു. ടോസ്കോ എന്താ കാണിക്കണ? എന്താ മോള്? പോസ് അവർക്കൊന്നും ഇഷ്ടമില്ല മോള്, നോൺ വെജ് അല്ലേ കഴിക്കും. ഇവരുള്ള ഡിമാൻഡ് എടുത്തിട്ട് ഇവള് തിന്നില്ല. ഇവൾക്ക് വേറെ ഇവിടെ മീൻ വാങ്ങിയെന്ന് അറിയാം. ഇവള് സീനിയറാണ്, ഇത് ജൂനിയറാണ്. അതുകൊണ്ട് അപ്പം കിട്ടിയപ്പോ ഒരപ്പം തിന്നപ്പോ വിശപ്പ് മാറിയ. ഞാൻ ഒന്നുകൂടെ തിന്നോ? ഹലോ, ഒന്നുകൂടെ തിന്നോ? കടിക്ക്. അമ്പലം അടുത്താണ് മുത്ത്. 2 kilometers. എങ്ങോട്ടാ പോണെന്നറിയോ? അമ്പലത്തിന്റെ പേരറിയോ? ഉത്രത്തിൽക്കാവ് ഭഗവതി. അമ്പലത്തിൽ പൂരം മുള ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൂരം എന്നാ വരുന്നത്? മറ്റന്നാളല്ലേ? മറ്റന്നാളാണ് പൂരം. 30 1-ാം തീയതി പൂരം. അപ്പോൾ നമ്മൾ ഇനി പൂരത്തിനായിരിക്കും നമ്മൾ കാണുക. അപ്പോൾ പൂരത്തിന് പോയി തൊഴുകാൻ നേരം കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്ന് തന്നെ പോയിട്ട്
അമ്പലത്തിൽ കയറി തൊഴുകുന്നു. ഇനി ഇനി 2 കൊല്ലത്തേക്ക് അവിടെ പൂരമില്ല, അതറിയോ? ആ ടെമ്പിളിന് എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് പറഞ്ഞാൽ ടെമ്പിള് റീകൺസ്ട്രക്ഷൻ പുനരുദ്ധാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ 2 കൊല്ലത്തേക്ക് ഇനി പൂരമില്ല, അത് കഴിഞ്ഞിട്ടാണ് ഇനി പൂരം. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പൂരം ഗംഭീര പൂരമാണ്. സോ ഇനി നമ്മൾ അവിടെ പോയിട്ട് ടെമ്പിളെല്ലാം കാണിക്കാം. ഞങ്ങൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലേറ്റായി. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് വേണം ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ റെഡി ആയിട്ട് അമ്പലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ ധാവണി കുറച്ച് പഴയതാണ്, പിന്നെ അമ്പലത്തേക്കൊക്കെ അല്ലാണ്ട് വേറെ എങ്ങോട്ട് ഇടാനാന്ന് വിചാരിച്ചിട്ടാണ്. ഒരു 7 വർഷം മുന്നത്തെ ഡ്രസ്സൊക്കെയാണ് ഇതൊക്കെ. ഏട്ടൊന്ന് ഹോൺ അടിച്ചിട്ട് എടുക്കണം അവിടുന്ന്. അല്ല തിരിക്കുന്ന സമയത്ത് ഇപ്പൊ സെറ്റ് ഡ്രിഫ്റ്റിംഗ് ഒക്കെയാണേ. കേറി അത് ശരി. എങ്കടങ്ങളെല്ലാം എന്തോ എല്ലാരും എന്തോ ബസ് എത്തിക്കണ്. അത് ശരി. ആശുപത്രിയുടെ കൂടെ പോയാൽ മതി. ഞങ്ങൾ ഏതായാലും എത്തിയത് വലിയാറാട്ടിന് പുറപ്പെടാൻ നിൽക്കുന്ന സമയത്താണ്. അപ്പോൾ ഏതായാലും ആറാട്ടും കൂടി കണ്ടിട്ട് വരാമെന്ന് തീരുമാനിച്ചു. മഹാക്ഷേത്രത്തിന്റെ ചൈതന്യത്തോടെ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളിൽ ഈ അമ്പലത്തിലെ പൂരം അത്യാവശ്യം ഗ്രാൻഡായിട്ട് നടക്കുന്ന, ഒരുപാട് ആനകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു പൂരമാണ്. 45-50 ആനകളും ഉണ്ടാവാറുണ്ട് പൊതുവെ. ഉത്രത്തിക്കാവിലെ പൂരവും കൊടുങ്ങല്ലൂർ ഭരണിയും ഒരു ദിവസമാണ് നടക്കുക. ഞങ്ങൾ ഈ അമ്പലത്തിലെ പൂരത്തിന് വന്നിട്ട് ഏകദേശം 10-20 കൊല്ലമായി. ഞാൻ പഠിത്തത്തിൻ്റെ കാര്യമായിട്ട് പുറത്ത് പോയ കാരണം കൊണ്ടും വേറെ പല ഫാമിലി പ്രോബ്ലംസ് കാരണം കൊണ്ടും നമുക്ക് ഈ അമ്പലത്തിലെ പൂരത്തിന് അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാറില്ല. അച്ഛൻ തനിയെ വന്നിട്ട് അല്ലെങ്കിൽ അനിയൻ തനിയെ വന്നിട്ട് പൂരം കണ്ടിട്ട് പോവുകയുള്ളൂ. അമ്മയും ഞാനൊക്കെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. ഇപ്രാവശ്യം ഏതായാലും അതിൻ്റെ കുറവൊക്കെ നികത്താനാണ് ഞങ്ങളുടെ തീരുമാനം. തട്ടകത്തമ്മ ആറാട്ട് കുളിക്കാൻ പോകുന്നതും ഒന്നും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതും ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്തായാലും പൂരത്തിന് വരാൻ തീരുമാനിച്ച സ്ഥിതിക്ക് വലിയാറാട്ടം കൂടി കണ്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. നൈറ്റ് കാര്യമായിട്ടുള്ള ആഘോഷമൊക്കെ ഉണ്ട്. പകൽ സമയത്ത് ജസ്റ്റ് ആന ദേവിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു വരുന്നു. അതിൻ്റെ ചടങ്ങുകളൊക്കെയാണ് ഉള്ളത്. അപ്പം അത് എന്തായാലും ഇവിടെ ഉള്ള സമയത്ത് അത് കാണാമെന്ന് ഓർത്തു.
അടുത്ത 2 വർഷത്തേക്ക് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാൻ പോവാണ്. അപ്പം അടുത്ത പൂരം 2 വർഷത്തിന് ശേഷമാവും എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ അതിലും കൂടെ നമ്മൾ ഈ അമ്പലത്തിൽ തൊഴുകുമ്പോൾ ഇപ്പോഴും അതിലും കൂടി തൊഴുതിട്ടാണ് നമ്മൾ തിരിച്ചു പോരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു 10:30 കൂടി ഞങ്ങൾ ദേവിയൊക്കെ തൊഴുത് ആറാട്ടും കണ്ട് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോകണം. വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അമ്മയുടെ അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അനിയൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മച്ചൻ കുറച്ച് പ്രായമൊക്കെ ഉള്ള ആളാണ്. അപ്പം നമ്മൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുമില്ല വീട്ടിൽ. സോ ഞങ്ങൾ പതുക്കെ ദേവീനെയൊക്കെ തൊഴുത് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരാണ്. ഇനിയിപ്പോൾ പൂരത്തിന് എന്തായാലും വരുന്നുണ്ടല്ലോ, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പൂരം. അപ്പോൾ എന്തായാലും തൊഴുകാനൊന്നും പറ്റൂല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ വരാൻ വിചാരിച്ചത്. കുറച്ച് പൊരിയും മുറുക്കൊക്കെ വാങ്ങി പതുക്കെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ചൂടുണ്ടോ ബാപ്പു? സൂപ്പറായി. ഞാൻ തരും പറഞ്ഞ എവിടെ വടി
മുത്തട്ടി ഇട്ട് കൊടുക്ക്, ഇങ്ങോട്ട് ഇട്ട് കൊടുക്ക്, നന്നായിക്കാം. ഒന്നുണ്ടാക്കി കഴിഞ്ഞില്ലേ കയ്യിലല്ല അത്ര ഒന്നും തിന്നണ്ട. വിശന്നിട്ടാണ് മോള്. ഉച്ചയായപ്പോൾ ഞങ്ങളൊരു കലത്തപ്പം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അരി അരച്ചതും അതിൽ കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചു. കുറച്ച് നേരം മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുക്കറിൽ അതുപോലെ നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങാക്കൊത്തും ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് ഈ മാവ് ഉണ്ടാക്കിയ ബാറ്റർ നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് സിമ്മിൽ 20 മിനിറ്റ്സ് വെക്കും. അതാണ് പ്രൊസീജിയർ. ബുള്ളറ്റ് വാങ്ങിയാണ്. ആ ആ ശരി. ഓ ജീരകം ഏലക്കായും വേണം. ചുമ്മാ പറയല്ല കേട്ടോ, കിഡിലും കലത്തപ്പമായിരുന്നു. ബായ മോളോ. മുത്തുട്ടി ഒന്ന് എടുത്ത് കാണിക്ക്, എൻ്റെ അമ്മ കാണിക്ക്. സൂപ്പറായിട്ടാ. അത് അമ്മ കൊണ്ടത് വെച്ചതല്ലേ. അപ്പൊ ശരിയല്ലേ? എന്തായാലും കലത്തപ്പുണ്ടായിരുന്നു നന്നായി. ഫോർമാലിറ്റി കയറി അല്ല ഞാൻ ഉണ്ടാക്കിയത് നന്നായെന്ന് രണ്ടാളൊക്കെ ശരി ചായ കൊടുക്കണേ. അങ്ങനൊക്കെ ഉണ്ടാ പിന്നെ മുത്തു ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞോളൂ. അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി മാ. അമ്മ എനിക്ക് തരും. എന്നാ പിടിക്ക്.
നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ. നോക്കിട്ട് പക്ഷെ ഞാൻ വെച്ചത് പൊങ്ങിയില്ല. ഏതാടാ അമ്മ നടന്നോ? പുറത്ത് പഠിക്കാൻ പോയ സമയങ്ങളിലൊക്കെ ഞായറാഴ്ച ഞാൻ വരുമ്പോഴൊക്കെ ഈ ഒരു പുഴയിൽ പോയിട്ടുള്ളൊരു കുളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ഭയങ്കര റിഫ്രഷിങ് ആയിട്ട് ഉണ്ടാവും. കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് കിടക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം എവിടെ ബാത്റൂമിൽ പോയി കുളിച്ചാലും ഉണ്ടാവില്ല. അത് മേ ബി നാട്ടിൻപുറത്തുള്ള ആൾക്കാരുടെയൊക്കെ ഒരു കാര്യമായിരിക്കാം. പക്ഷേ എനിക്കെന്തായാലും പുഴയിൽ പോയി കുളിക്കുന്നതിൻ്റെ സുഖം എവിടെ പോയി കുളിച്ചാലും കിട്ടാറേ ഇല്ല. വെള്ളം കുടിക്കുകയാണോ തോസ്കു? വെള്ളം കുടിക്കുക? തണുപ്പിൽ വന്ന് കിടക്കുക കേട്ടോ പാവം. നല്ല ചൂടാണ്. സോ അങ്ങനെ ഒരു സൺഡേയും ഞങ്ങളുടെ കഴിഞ്ഞു. വെരി ഹാപ്പി നോർമൽ സൺഡേ. ഞങ്ങളിതുപോലെ സാധാരണ ഈവനിങ് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ച് പോരാറുണ്ട്. ഏർലി മോർണിംഗ് എണീറ്റ് വരണം, അതൊക്കെ കുറച്ച് പാടായതുകൊണ്ട്. അപ്പം നമ്മൾ വൈകിട്ട് ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ വീട്ടിലോട്ട് തിരിച്ചു പോകും. ഏതമ്മ? മൊത്തം പൂക്കാവടി രാവിലെ വരെ അത് ഓൾറെഡി വിരിഞ്ഞതല്ലേ, മണമൊന്നുമില്ല. അതുപോലെ കൊണ്ടിട്ട് ആ വെയിൽ കൊണ്ടില്ല. ഇത് വെയിൽ കൊണ്ടാണ്. ഇന്നലെ അച്ഛൻ നടിച്ചു പറഞ്ഞു. അച്ഛൻ എവിടെ നടിച്ചിരിക്കാറില്ല. അടി മോളൊക്കെ നടിച്ചപ്പോൾ നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് ഇവിടെ ആരാച്ചാ? അല്ല കുട്ടിയെ, അത് ഞാനേ പിന്നെ അമ്മ ഇടുമ്പോ ഈ പരലുണ്ട് എടുത്തോ. അവർക്ക് പരലെടുത്തോ. അതിന് പരലുണ്ട്.
ശരി, എനിക്ക് ആശുപത്രി പോണം, അതുകൊണ്ടാ പിന്നെ ഞാൻ അതൊക്കെ രാവിലെ പോയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ ഉറങ്ങിയാൽ മതി. ശരിട്ടമ്മ. അച്ഛാ ശരിട്ടാ. ആരോടാ? ശരി കുട്ടു, ശരിയാ. അങ്ങനെ നല്ലൊരു വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ രാത്രി ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിച്ചു പോന്നു.